ജയറാം പടിക്കലിനെ ചെരുപ്പെടുത്തെറിയാണ്. എന്നിട്ട് ജയറാം പടിക്കലിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ഞാൻ ഉമ്മൻചാണ്ടിയുടെ പേരില്ല എന്ന് പറഞ്ഞു. ആ 120 പേരിരിക്കുന്ന കോടതി മുറി ഉണ്ടല്ലോ, പെട്ടെന്ന് അങ്ങ് നിശബ്ദമായി. കേരള ചരിത്രത്തിൽ നമ്മൾ കണ്ട ഒരു ഹരിചന്ദ്രനാണ്. ആധുനിക രാഷ്ട്രീയത്തിൽ ഒരു അഴിമതി കാണിക്കാതെ ഒരാൾക്ക് ഭരണത്തിലിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പക്ഷേ നമ്മുടെ നാടിന് ഹരിചന്ദ്രന്മാരെ വേണ്ട, നമുക്ക് വേണ്ട. ഇത്തരത്തിലുള്ള അന്വേഷണ രീതികൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ, ആർക്കും ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് 33 കൊല്ലം കൊണ്ട് 32 ട്രാൻസ്ഫർ കിട്ടി. 33 years 32 ട്രാൻസ്ഫർ. എന്റെ മൂത്ത മോള് 10ാം ക്ലാസ് പാസ്സാവുന്ന 10ാമത്തെ സ്കൂളിലാണ്. 10 years 10 ഡിഫറെന്റ് സ്കൂൾസ് മോള് പഠിക്കുന്നത്. യാതൊരു വ്യത്യാസമില്ല. നമ്മൾ ഈ സത്യവും നീതിയും ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകക്ഷിക്ക് സമ്മതിക്കാൻ പറ്റില്ല. മറ്റവന്റെ കാല് നക്കിയ ഉദ്യോഗസ്ഥന് ഇവര് ഉടനെ പോസ്റ്റ് ചെയ്യും. കാര്യം ഇവൻ നമ്മളെ കാല് നക്കുമെന്ന് ഇവൻ അറിയാം. മറ്റവരോട് ഉടക്കി നിൽക്കുന്ന ഒരുത്തനെ ഇവരും എടുക്കത്തില്ല. കാര്യം ഇവനും ഇതുപോലെ നിൽക്കുന്നവരുടെയും കാലം അതുകൊണ്ട് അവർ ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ AK സെന്ററിന് മുമ്പിൽ ചെല്ലുമ്പോൾ 10 വർഷമായിട്ട് കുറേയേറെ പോലീസ് കുട്ടികളെ കിടക്കുന്നതാണ്. അവരെ തന്നെ ഇലക്ഷൻ കഴിഞ്ഞു. ആ വണ്ടി മുഴുവൻ നേരെ KPCCയുടെ ഓഫീസിൽ നിരന്നിരിക്കാൻ. സെയിം വണ്ടി, സെയിം ഉദ്യോഗസ്ഥൻ. ഞാനും കാണുന്ന കഴിഞ്ഞ AK സെന്ററിന്റെ ഫ്രണ്ടിലും 40 വർഷമായിട്ട് സൈഡ് റോഡിലായിട്ട് കിടക്കുന്ന 10 പോലീസുകാരെ അല്ലാത്തവരും ഒക്കെ ഉണ്ട്, മാറി മാറി എല്ലാവരും ഉണ്ട്. അപ്പൊ ഈ ഇലക്ഷൻ അങ്ങോട്ട് കഴിഞ്ഞ് റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ AK സെന്ററിന്റെ വണ്ടിയിൽ ആ സെയിം വണ്ടി സെയിം ഉദ്യോഗസ്ഥർ നേരെ KPCC ഓഫീസിന്റെ ഫ്രണ്ടിലെത്തി. ഇവരെ പാദസേവ ചെയ്തതുപോലെ മറ്റേ പാദസേവ ഒരു വ്യത്യാസമല്ല. അവന്റെ കസേരയ്ക്ക് വേണ്ടി അവൻ ആരെ പാദസേവ ചെയ്യും. അത് ചെയ്തില്ലെങ്കിൽ ഒരു രക്ഷയില്ല. നമ്മളിങ്ങനെ തെറിച്ചോണ്ടേയിരിക്കും. 2 മണിക്കൂർ. ഞാൻ എപ്പോഴും ഒരു അത്ഭുത മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഞാൻ പരിചയപ്പെട്ട മലയാളികളിൽ നല്ല ഒരാളും ഇത്രമാത്രം ഓർമ്മശക്തിയുള്ള, ഇത്രമാത്രം നോളജ് തലയിൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന, ഇത്രയും മാത്രം അനർഘളമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന, ഞാൻ താങ്കളുടെ സുവിശേഷ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, ബൈബിളിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലാതെയുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്ര ഈ ഓർമ്മശക്തി? എന്തെങ്കിലും ഒരു ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു ഇടിമിന്നൽ തലയിൽ വീണിട്ട് ചിലർക്ക് പെട്ടെന്ന് ബുദ്ധിയും ശക്തിയൊക്കെ കുതിച്ചെന്ന്. എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്ന തലയിൽ? നേരത്തെ ഈ പറഞ്ഞ ആ ഒരു ബ്രെയിനിന്റെ ഇത്രയും എത്ര ഗ്രാമം 350 ഗ്രാമുള്ള ബ്രെയിനകത്ത് എങ്ങനെ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? കഠിനമായി ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് സ്റ്റോർ ചെയ്യുന്നതാണോ, അതോ ഇതൊരു ജന്മനുള്ള ഒരു കഴിവാണോ? ജന്മനുള്ള കഴിവ് കുറച്ചുണ്ടാവും. പക്ഷെ ഞാൻ ഈ മെമ്മറി ടെക്നിക്സിനെ പറ്റിയുള്ള പുസ്തകങ്ങളെല്ലാം വരുത്തിയ ഒരു 40 എണ്ണം. അത് ശരി. അത് വായിച്ച് ഈ മെമ്മറി കൂട്ടാനുള്ള കുറെ വേലകളുണ്ട്. അപ്പൊ DC ബുക്സ് എന്നോട് പറഞ്ഞു, സാറൊരു പുസ്തകം എഴുതും, സാറിന്റെ ഈ ഓർമ്മശക്തി എങ്ങനെ വന്നു എന്നുള്ളതും, സാർ ഒരുപാട് പരീക്ഷ പാസ്സായില്ല, പരീക്ഷ പാസ്സാകൊണ്ട് ഉപയോഗിക്കുന്ന ടെക്നിക്ക് എങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ DC ബുക്കിനോട് ഒരു പുസ്തകം എഴുതി, മറക്കാതിരിക്കാൻ ബുദ്ധിയുള്ളവരാണ്. അപ്പൊ അതിനകത്ത് ഈ ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടി നെപ്പോളിയൻ ഉപയോഗിച്ച അലമാര ടെക്നിക്ക്, ഈ ടോയിൻ ഉപയോഗിച്ച ലീനർ ടെക്നിക്ക്, ഐസക് ന്യൂട്ടൺ ഉപയോഗിച്ച സിൻടാക്സിങ്, ഇങ്ങനെയുള്ള 12 ടെക്നിക്ക് എടുത്തിട്ട് അത് വിശദീകരിച്ചു കൊടുത്തു. അതുപോലെ ഈ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്ന അറിവ് കൊണ്ട് മാത്രമല്ല, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ കുറേയേറെ പല ടെക്നിക്കുകളുണ്ട്. അതും ചേർത്ത പുസ്തകം 1 ലക്ഷത്തോളം കോപ്പി വിറ്റ പുസ്തകം DC ബുക്കിന്റെ. അപ്പൊ ഞാൻ ഈ 12 ടെക്നിക്ക് ഉപയോഗിച്ച് പഠിച്ചതുകൊണ്ടാണ് അത് തലച്ചോറ് സ്റ്റോർ ചെയ്യും, അതെങ്ങും പോവുകയില്ല. അതുപോലെ തന്നെ പരീക്ഷ എഴുതാനായിട്ടുള്ള സംഭവം കൃത്യമായിട്ട് പരീക്ഷ എഴുതുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഒരു മേഖലയിൽ ഈ ഓർമ്മശക്തി ഉള്ളപ്പോൾ മറു മേഖലയിൽ ഇത് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ഹ്യൂമൻ ബ്രെയിനിന്റെ ഒരു പ്രശ്നം. ശരി. ആരുടെയും ജന്മദിനം ഞാൻ ഓർത്തിരിക്കുകയില്ല. അതായത് സ്വന്തം മക്കളുടെ പോലും ജന്മദിനം ഓർത്തിരിക്കുകയില്ല. അത് ശരി. അങ്ങനെ ഒരു പ്രവേശമുണ്ട്. ചിലപ്പോൾ ആളുകൾ എന്നെ വിളിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ പറയും. ഇപ്പൊ എന്റെ ബർത്ത്ഡേ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അവര് വിളിക്കുമ്പോഴാണ് അറിയുന്നത്. അപ്പൊ ഒരു ദിവസം ഞങ്ങളുടെ മാരേജ് ആനിവേഴ്സറിയാണ്. അപ്പൊ എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു, ഇന്നത്തെ ദിവസം പ്രത്യേകത എന്താണ്? അപ്പൊ ഞാൻ പെട്ടെന്ന് ഇന്ത്യ ചരിത്രത്തിലും കേരള ചരിത്രത്തിലും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ഞാൻ ആലോചിച്ചിട്ട് ഒരു പ്രത്യേകതയില്ല. ഈ വേൾഡ് ഹിസ്റ്ററിയിലോ ഇന്ത്യൻ ഹിസ്റ്ററിയിലോ ഏതാ ഡേറ്റ്? ഏതാ? May 2ാം തീയതി വെഡിങ് ആനിവേഴ്സറി. അപ്പൊ ഈ May 1 മെയ് ദിനാണ്. 2ാം തീയതി ലോകചരിത്രത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. May 3 സംഭവിച്ചിട്ടുണ്ട്. സ്വപ്നം ആലോചിച്ചിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയിലും കേരള ഹിസ്റ്ററിയിലും സംഭവിച്ചു. ഞാൻ ഭാര്യയോട് പറഞ്ഞു, തലതിൽ എനിക്കൊന്നും ഓർമ്മ കിട്ടില്ലല്ലോ. അപ്പൊ ഭാര്യ പറഞ്ഞു, നമ്മുടെ മാരേജ് ആനിവേഴ്സറി. അവിടെ നോർമലി ഒരു ഭാര്യ പഴങ്ങാൻ അത് മതി. മാരേജ് ആനിവേഴ്സറി പോലും ഇയാൾ ഓർത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന ഓർത്തിരിക്കും. അപ്പൊ ഒരു ഏരിയയിൽ എനിക്ക് ഓർമ്മശക്തി ഉണ്ടെങ്കിലും മറ്റേ ഏരിയയിൽ ഞാൻ BSc കെമിസ്ട്രിക്ക് പഠിക്കുമ്പോൾ പീരിയോഡിക് ടേബിൾ എടുക്കും. അപ്പോൾ എലിമെന്റ് നമ്പർ 1 തൊട്ട് ഹൈഡ്രജൻ തൊട്ടങ്ങ് യുറേനിയം വരെ ഓരോ എലിമെന്റ് എടുത്താൽ ലെക്ചർ വയ്ക്കും. അലക്സാണ്ടർ ആറ്റമിക് നമ്പർ എത്ര, ആറ്റമിക് വെയിറ്റ് എത്ര. അപ്പൊ ആറ്റമിക് നമ്പറും അതിന്റെ ഐസോടോപ്സിന്റെ ആറ്റമിക് നമ്പർ ഞാൻ കറക്റ്റ് ക്ലാസ്സിൽ, എന്റെ ഒരു പുസ്തകമില്ല ഏത്. അപ്പൊ ലെക്ചർ പോലും ചിലപ്പോൾ മറന്നു എന്നോട് ചോദിച്ചാൽ ഞാൻ ക്ലാസ് ചെയ്ത് പറയുമായിരുന്നു.
അത് ശരി. അപ്പൊ അത് വൺ ടൈപ്പ് ഓഫ് മെമ്മറിയാണ്. പക്ഷെ മറ്റൊരു മേഖലയിൽ അതേ മെമ്മറി യൂസ് ചെയ്യണമെന്നില്ല. മനസ്സിലാവുന്നത്? ഓക്കെ. അപ്പൊ ഇത് ഓർമ്മ ചെയ്ത് പ്രസംഗിക്കണം. ഇപ്പൊ കേരള അസംബ്ലിയില് മുഖ്യമന്ത്രിമാർക്ക് ഞാൻ പ്രസംഗം എഴുതി കൊടുക്കാറുണ്ട്, മന്ത്രിമാർക്ക് എഴുതി കൊടുക്കാറുണ്ട്, MLA എഴുതി കൊടുക്കാറുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ഇത് പ്രസംഗം കഴിയുമ്പോൾ ചിലർക്ക് മനസ്സിലാവും ഞാൻ എഴുതി കൊടുത്തത്. അപ്പൊ എന്നോട് ആ ഒരു നോളജ് നീ അല്ലേ ഈ പണി പഠിച്ചതെന്ന് ചോദിക്കും. മനസ്സിലാവുന്നുണ്ട്? ഏത് വിഷയത്തെ കുറിച്ച് എഴുതാല്ലേ? ഏത് വിഷയത്തെ പറ്റി എല്ലാ വിഷയത്തെ കുറിച്ച് അസംബ്ലിയിൽ ചർച്ച വരുമ്പോൾ എന്നോട് ആവശ്യപ്പെടുന്നു, പോലീസിന്റെ ബഡ്ജറ്റ് അവർന്നാണ്. ഭരണകക്ഷി ആവശ്യപ്പെടും, പ്രതിപക്ഷം ആവശ്യപ്പെടും. അപ്പൊ ഞാൻ ആ ഡേറ്റ വെച്ചിട്ട് അവർക്ക് എഴുതി അവർക്ക് എത്തിക്കും. ഇപ്പോഴാണ് പിന്നെ വാട്സപ്പിൽ അതുപോലെ സുവിശേഷ പ്രസംഗം നടത്തുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ബൈബിളിലെ കാര്യങ്ങളും ബൈബിളിന് അപ്പുറത്തേക്കുള്ള ചരിത്രവും കൂടി എടുത്തിട്ട് പ്രസംഗിക്കുന്നത്. ഇത്രമാത്രം ചരിത്രം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണോ തലയിൽ? അതെ, ആ പർട്ടിക്കുലർ ഏരിയ ഞാൻ മെമ്മറി കറക്റ്റ് ആക്കി വെച്ചിരിക്കുക. മറ്റേ ഏരിയ എനിക്ക് ആ മെമ്മറി ഇല്ല. അപ്പൊ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവന്റെ ഏത് ബാച്ചാണ് അവന്റെ പോസ്റ്റ് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ അപ്പോൾ പറഞ്ഞു കൊടുക്കും, എന്റെ പോസ്റ്റിൽ ഇരുന്നിട്ടുണ്ട്, ഫസ്റ്റാണ് റിക്രൂട്ട് ആയ എന്ന് പറയും. അത് വൺ ഏരിയ മെമ്മറിയാണ്. പക്ഷെ അതേ മെമ്മറി മറ്റേ ഏരിയയിൽ ഇല്ല. പക്ഷെ ഇൻവെസ്റ്റിഗേഷനിൽ സഹായിക്കുന്ന ചില ഇടങ്ങളുണ്ട്. അതുണ്ട്. നമുക്കത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ചെല്ലുമ്പോഴാണ് ഒരു പർട്ടിക്കുലർ മേഖലയിൽ ഇത് എഫക്റ്റ് അല്ല എന്ന് മനസ്സിലാവും. അപ്പൊ ഈ ഡെഡ് ബോഡി വിളിച്ച് ആത്മാവിനെ വിളിച്ച് തെളിയിച്ച കേസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഹോർമിസ് സാറിനെ വന്ന് കണ്ടിട്ട് വന്നു, സാർ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, എന്റെ ശാസ്ത്രീയ മൈൻഡ് ഇത് അനുവദിക്കുന്നില്ല, അപ്പൊ ഇതെന്താണ് ഈ സംഭവം എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ എന്റെ ബലമായ സംശയം മരിച്ചുപോയ കുട്ടിക്ക്, അല്ല മരിച്ചുപോയ ആളിന്റെ മകന് എന്റെ അപ്പനെ ഇന്നാലായിരിക്കാൻ കൊല്ലാമെന്നൊരു സംശയം മനസ്സിലുണ്ടെങ്കിൽ അവൻ ഈ അബോധാവസ്ഥയിൽ ഇടുന്ന സമയത്ത് ആ പേര് പറഞ്ഞതാവാൻ സാധ്യതയില്ലേ? അപ്പൊ റിയലി അവൻ അറിഞ്ഞുകൊണ്ടല്ല, ബോഡിയല്ല ആത്മാവല്ല എന്ന് പറഞ്ഞതെന്ന് പറയാൻ പറ്റത്തില്ലോ, അല്ലായിരിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഹോർമിസ് സാർ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ. അങ്ങനെ അന്ന് ഉമാദത്തനാണ് ഇവിടുത്തെ പോലെ വളരെ സമുദ്രനായ ഒരു ഉമാദത്തനായിരുന്നു ഫോറൻസിക് ഡോക്ടർ. അപ്പൊ ഞങ്ങളൊരു കള്ളുകുടിക്കിടയിൽ കത്തിക്കുത്തുണ്ടായി മരിച്ചൊരു കേസല്ല. പക്ഷെ ആരാ കുത്തിയെന്നൊരു പിടിയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ അവളുടെ ആത്മാവിനെ വിളിച്ചു വരുത്തി. ഹോർമിസ് സാറുണ്ട്. ഈ പയ്യനെ വിളിച്ച ഈ പയ്യനല്ല, വേറെ ഈ മരിച്ചുപോയ ആളിന്റെ മോന്റെ ശരീരത്തിൽ കയറ്റി, ഈ കല്ലൂടിന്റെ ശരീരത്തിൽ കയറ്റി. ഈ ആരാണ് സഹായിക്കുന്നത്? ആരായിരുന്നു സഹായിക്കുന്നത്? ഞാൻ മുണ്ടകൈ ആളെ വരുത്തി. ശരി. അപ്പൊ ഈ കേസ് ആറ്റിങ്ങിൽ നടത്തുന്ന കേസാണ്. അപ്പൊ ഈ മരിച്ച ആളിന്റെ മോന്റെ ശരീരത്തിൽ ഈ ചത്താളിന്റെ ആത്മാവിനെ കയറ്റി. ശരി. എന്തോ സംഭവിച്ചെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ കള്ളുകുടിച്ച് ഇച്ചിരി ബോധം പോയിരിക്കായിരുന്നു, കുത്തി ആളിന് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ കള്ളൂടിന്റെ ആ സമയത്തുള്ള ഓർമ്മ ഇയാളുടെ ആത്മാവിന്. ശരി. അപ്പൊ ഇത് പറയാൻ പറ്റില്ല, ഇയാൾ കള്ളുകുടിച്ചിരിക്കാൻ ഇയാൾക്ക് ബോധമില്ല, കിട്ടിയില്ല. അപ്പൊ മൂന്നാമതൊരു കേസ് ഞങ്ങളെടുത്തു, നെയ്യാറ്റിൻകരയ്ക്ക് എടുത്തൊരു കേസ്. അപ്പൊ ഉമാദത്തിനും ഞാൻ ഹോർമിസ് സാർ എല്ലാം കൂടെ മെനക്കെട്ടായിരുന്നു. അപ്പൊ ഹോർമിസ് സാറേ ഇതിനോട് യോജിച്ച് മുന്നോട്ട് പോയി ഇല്ല. അപ്പൊ ആ സംഭവം കഴിഞ്ഞ ശേഷം ഹോർമിസ് സാർ ഉമാദത്തിനും പറഞ്ഞു, ഒന്നൊരു കേസിൽ പറ്റിയെന്നുള്ളത് ശരിയാണ്, പക്ഷെ എപ്പോഴും പറ്റുന്നില്ല, ശരിയാവുന്നില്ല. അതുകൊണ്ട് ഇൻ ഫ്യൂച്ചർ കേരള പോലീസ് ഇങ്ങനെ ആത്മാവിനെ വിളിച്ചിട്ട് കേസ് എന്ന് DGP ആയിരുന്നപ്പം വി ടുക്ക് എ ഡിസിഷൻ, ഇനി ആത്മാവിനെ വിളിച്ച് വരുത്തരുത് എന്ന് പറഞ്ഞു. അപ്പോഴ് വേറൊരു കേസിൽ ഈ ഒരാൾക്ക് മരിച്ചുപോയ ഒരാളാണ്, അയാളുടെ ഭാര്യയ്ക്ക് ഈ മരിച്ച ആളിനോടൊന്ന് സംസാരിക്കണം. അപ്പൊ ഈ ആള് വലിയ ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ഒരു സ്ത്രീയാണ്. സ്ത്രീ. അപ്പൊ ഞാൻ അൻബാർ ഉസ്താദിനെ വിളിച്ചിട്ട് സഹായിക്കാമെന്ന് ചോദിച്ചു. അപ്പോഴാണ് അബദ്ധം മനസ്സിലായത്. അതായത് ഞാൻ ഈ ആത്മാവിനെ വിളിച്ചു വരുത്തിയ കേസിലെ സംഭവം ഞാൻ ഈ സഫാരി TV ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പം ഇത് പറഞ്ഞുപോയി കഴിഞ്ഞപ്പോഴത്തേനും മുസ്ലിങ്ങളെല്ലാം കൊണ്ട് ഇളകിയിട്ട് അൻബാർ ഉസ്താദിനോട് പറഞ്ഞു, ഇനി മേലാ നീ ആത്മാവിനെ വിളിച്ചു വരുത്തിയാൽ നിന്റെ സഭയിലെ എന്താണ് ഇസ്ലാം മതത്തിന്റെ പണ്ഡിതനാമെന്ന സാധനം ഞങ്ങൾ തെറിപ്പിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ അൻബാർ ഉസ്താദിന് ആത്മാവിനെ വിളിക്കാൻ വയ്യ, മുസ്ലിങ്ങൾ എതിർക്കുന്നു. തന്നെയല്ല, ഇസ്ലാം വിശ്വാസപ്രകാരം ആത്മാവല്ല വരുന്നത്, ജിന്നാണ് വരുന്നത്. ആത്മാവങ്ങ് സ്വർഗത്തിലൊക്കെ പോകും. അപ്പൊ നമ്മൾ ജനിക്കും, ജിന്നുണ്ട്, ആ ജിന്നാണ് വരുന്നത്, അല്ല ആത്മാവല്ല വരുന്നത്. സോൾ ഗോസ് ബാക്ക് ടു പാരഡൈസ് ഓർ ഹെൽ. അപ്പൊ വരുന്നത് കൂടുള്ള ജിന്നാണ്. അത് പറഞ്ഞ് ശരിയായില്ല. എന്തായാലും ശരി, ആത്മാവിനെ ക്ലോസ് ചെയ്തു. ഇങ്ങനെ വിളിച്ചു വരുത്തരുന്ന് പോലീസ് തീരുമാനം എടുത്തു ഹോർമിസ് സാറിന്റെ കാലത്ത്. പിന്നെ ഇവരോട് വിളിച്ചു വരുത്താൻ പാടില്ലെന്ന് മുസ്ലിം പണ്ഡിതന്മാർ വാൺ ചെയ്തു. അവർക്ക് വിളിച്ചു വരുത്താൻ പറ്റില്ല. താങ്കൾ ഈ കേരള പോലീസിന്റെ ട്രെയിനിങ്ങിൽ ദീർഘകാലം 3 വർഷത്തോളം പോലീസ് 12 വർഷം
മൊത്തം 12 ദിവസം. സർവീസിന്റെ 1/3 പോലീസ് ട്രെയിനിങ്ങിലാണ്. ഓഹോ. അപ്പൊ എനിക്കൊന്ന് കേരളത്തിലെ ഈ പോലീസ് ഓഫീസേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നതിൽ ഇപ്പൊ താങ്കൾ ട്രെയിൻ ചെയ്ത പോലീസ് ഓഫീസേഴ്സാണ് നല്ല പങ്ക് ഇവിടെ ഇപ്പോൾ സർവീസിലുള്ളത്. നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് പല കാര്യങ്ങളിലും വളരെ എഫിഷ്യൻ്റ് മിടുക്കരാണ്, അല്ലേ? അക്കാര്യം സംശയമൊന്നുമില്ലല്ലോ. പക്ഷേ പലപ്പോഴും വലിയ പരാതിയും ആക്ഷേപമൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴും 3ാം മുറ ഉപയോഗിക്കുന്നു, വളരെ മോശമായ പെരുമാറ്റം. അങ്ങനെ ആ ഒരു പ്രൊഫഷണലായിട്ട് നമ്മുടെ പോലീസ് ഓഫീസർമാർക്ക് മാറാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. എന്താണ് നമ്മുടെ പോലീസിന്റെ പ്രശ്നം? അതായത് പണ്ട് ഈ പോലീസിന്റെ ട്രെയിനിങ്ങിൽ പരേഡും ചവിട്ടും പിറ്റിയാണ് അതിന്റെ മെയിൻ ഐറ്റം. അതെ. അപ്പോ 420 പീരീഡ് ഇൻഡോർ, 1700 പീരീഡ് ഔട്ട്ഡോർ. അപ്പൊ ഈ പോലീസ് അവന്റെ ജീവിതത്തിൽ ഔട്ട്ഡോർ അല്ല ചെയ്യുന്ന, എപ്പോഴും പരേഡ് പിറ്റിയാണോ? അല്ലല്ലോ, അവന്റെ ഇന്റലക്ച്വൽ വർക്കല്ലേ ചെയ്യേണ്ടത്. അതെ. അതുകൊണ്ട് ഞാൻ IG ട്രെയിനിങ്ങും ജേക്കബ് പൊന്നോ സാർ അഡീഷണൽ IG ട്രെയിനിങ്ങിലാണ്. അപ്പോൾ AK അണ്ണയാണ് മുഖ്യമന്ത്രി. AK അണ്ണയെ ഞങ്ങൾ സമീപിച്ചിട്ട് പറഞ്ഞു, ഈ പോലീസിന്റെ സിലബസ് ഒന്ന് മനുഷ്യത്വം ആക്കണമെന്ന്. AK അണ്ണ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ ആ സിലബസ് റിവൈസ് ചെയ്തു. അപ്പോൾ ഇൻഡോർ 1010, ഔട്ട്ഡോർ 1010 ഈക്വലൈസ് ചെയ്തു. എന്നിട്ട് കമ്പ്യൂട്ടർ പഠിപ്പിച്ചു, എല്ലാ പോലീസുകാരും കമ്പ്യൂട്ടർ പഠിപ്പിച്ചു. 100 കമ്പ്യൂട്ടർ വാങ്ങിച്ചിട്ട് എവരിബഡി വാസ് ട്രെയിൻഡ്. പോലീസുകാരൻ ഡ്രൈവിംഗ് അറിഞ്ഞൂടാ. എന്നിട്ട് അവനാണ് അവിടെ ട്രാഫിക് കൺട്രോൾ ചെയ്ത്. അവനങ്ങനെ അറിയാം, ഓടിക്കുന്ന ഡ്രൈവിംഗ് അറിയാം. അപ്പോൾ ഞങ്ങൾ കമ്പൽസറി ആയിട്ട് എല്ലാവരെയും ഡ്രൈവിംഗ് പഠിപ്പിച്ച് SI ആയിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ലൈസൻസ് എടുപ്പിച്ചു. എല്ലാ വനിതാ കോൺസ്റ്റബിളിനെയും കമ്പ്യൂട്ടർ പഠിപ്പിച്ചു. 3300 വനിതാ പോലീസിന് ഡ്രൈവിംഗ് പഠിപ്പിച്ച് സർട്ടിഫിക്കറ്റ് എടുത്തു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു സെക്യൂരിറ്റി ഒരു പ്രാതം വന്ന് മുക്കിക്കൊല്ലുക. കരയ്ക്ക് 3 പോലീസുകാരുണ്ട്, 3നും സ്വിമ്മിങ് അറിഞ്ഞൂടാ. ഈ വെള്ളത്തിൽ ചെന്ന് ഇവനെ രക്ഷപ്പെടുത്താറുണ്ട്, ഇവനെ മുക്കിക്കൊല്ലി ചിലപ്പോൾ. അപ്പം അവസാനം രക്ഷപ്പെടുത്താൻ ചാടി ഒരാളെ കൊല്ലുകയും ചെയ്തു. ഒന്നും അപ്പം ഞാൻ പറഞ്ഞു, ഇത് ശരിയല്ല, പോലീസുകാരെല്ലാം ഡ്രൈവിംഗ് സ്വിമ്മിങ് പഠിപ്പിക്കണം. അപ്പം ഞങ്ങൾ അക്കാഡമിയിലൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി. എന്നിട്ട് സർവ്വരെ സ്വിമ്മിംഗ് പഠിപ്പിച്ചു. അതിന്റെ ഗുണം കിട്ടിയത് മണകാട് പള്ളിയിലാണ്. മണകാട് പള്ളിയിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കും, പള്ളിപ്പല നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി കുളത്തിൽ ചാടി വീണുപോയി. എല്ലാവരും അയ്യോ എന്ന് വിളിച്ചോണ്ടിരിക്കണം. വനിതാ പോലീസ് അവിടെ തന്നെ ചാടി ആ കുട്ടിയെ രക്ഷപ്പെടുത്തി. അവർക്ക് സ്വിമ്മിങ് അറിയാവുന്നുണ്ട്, അവർ രക്ഷപ്പെട്ടു. മനോരമയൊക്കെ ഭയങ്കര പബ്ലിസിറ്റി, ആ കുട്ടിക്ക് അവാർഡൊക്കെ കിട്ടി. അപ്പൊ ഈ സ്വിമ്മിങ് പഠിച്ചതുകൊണ്ടാണ് ആ കുട്ടിക്ക് ആ കുഞ്ഞിനെ രക്ഷപ്പെട്ടത്. വിജയ് അവർ കരയ്ക്കുന്നുണ്ട്, അയ്യോ എന്ന് വെച്ചിട്ടുള്ള കാര്യമുണ്ട്. എന്നിട്ട് സൈക്കോളജി ഓഫ് ബിഹേവിയർ, നല്ല വാക്കുകൾ ഏതൊക്കെയാണ്, ചീത്ത വാക്കുകൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് സെപ്പറേറ്റ് ടെസ്റ്റ് വെച്ചു. നല്ല വാക്ക് എന്താ? സ്ത്രീയോട് സംസാരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വക്കീലോട് സംസാരിക്കാൻ ശ്രദ്ധിക്കേണ്ട, ജഡ്ജിയോട് സംസാരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സ്കൂൾ കുട്ടികളോട് സംസാരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ് വെച്ചു. സിലബസ് തന്നെ റിവൈസ് ചെയ്ത് ഞാൻ തന്നെ കുത്തിയിരുന്നതെല്ലാം സിലബസ് ഉണ്ടാക്കി പഠിപ്പിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങോട്ട് ടെസ്റ്റ് ഇട്ടു. ടെസ്റ്റ് ഇട്ടപ്പോൾ നല്ല വാക്കുകൾ ടെസ്റ്റ് ഇട്ടപ്പോൾ 60-65 മാർക്ക് കിട്ടി. ചീത്തവിളിയുടെ ടെസ്റ്റ് ഇട്ടപ്പോൾ 90-96 സ്കോർ. ചീത്തവിളിയാണ് ഉദ്യോഗസ്ഥർ പെട്ടെന്ന് പഠിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ റിവൈസ് ചെയ്ത് ഞങ്ങൾ പുറത്തു വിടും. സാധാരണ ഒരു SI ബാച്ച് പുറത്തു പോയാൽ ഒരു 6 മാസം കൊണ്ട് അതിൽ 3 സസ്പെൻഷൻ ആവും. 10th ബാച്ച് എന്നൊരു ബാച്ച് ഉണ്ടായിരുന്നു, 196 ട്രെയിനിങ് ആയി പോയതിനകത്ത് 146 സസ്പെൻഷനായി. ശരി, 10ാം ബാച്ച്. പക്ഷെ ഞാൻ അങ്ങോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ ഈ സസ്പെൻഷൻ നിലച്ചു. അപ്പം ജസ്റ്റിസ് KT തോമസ്, ബഹുമാന്യനായ സുപ്രീം കോടതി ജഡ്ജി KT തോമസ് സാറ് അന്ന് പോലീസ് കമ്മീഷനെ വെച്ചു. പഴയ DGP അതിനകത്ത് അംഗമായിരുന്നു. അവർ റിപ്പോർട്ട് കൊടുത്തു ഗവൺമെന്റില്. അത് ഇപ്പോഴത്തെ ബാച്ച് പുറത്തിറങ്ങിയ ശേഷം ബാച്ചിലെ 150 പേരിൽ ഒരാൾ മുതൽ സസ്പെൻഷൻ ആയിട്ടുള്ള 9 മാസമായിട്ട്. അപ്പൊ ഇതാണ് ട്രെയിനിങ് നടത്തേണ്ടത്, പഴയ രീതിയിലല്ല എന്ന് പറഞ്ഞു. പക്ഷെ മറുവശം അങ്ങോട്ടിറങ്ങി, ബാച്ച് അങ്ങോട്ടിറങ്ങി ഒരു 3 മാസം കഴിഞ്ഞപ്പം തൃശ്ശൂർ SP എന്നെ വിളിച്ചു. എന്തോ അതാറ് ഇവന്മാരൊക്കെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് വിട്ടാ അവന് തന്തയ്ക്ക് വിളിക്കാൻ, അവന് ചീത്ത വിളിക്കാൻ അറിഞ്ഞൂടാ. പോലീസ് ആണെങ്കിൽ തന്തയ്ക്ക് വിളിക്കാതെ ഇവിടുന്ന് കേസ് തെളിയിക്കാൻ പറ്റില്ല. ഇത് തെളിയിക്കാതെ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ എടുത്താൻ പറ്റില്ല. ജനക്കൂട്ടത്ത് ഓടിക്കണ്ടേ, തന്തയ്ക്ക് വിളിക്കണ്ടേ? സാർ ഇവനെയൊക്കെ അച്ഛന്മാർ, പള്ളി അച്ഛന്മാരും പാസ്റ്റർമാരും ഒക്കെ ഇറക്കി വിട്ടാൽ എങ്ങനെയാണ്? ഇത് മറുവശമാണ്. അതായത് ലോക്കൽ ഇരിക്കുന്ന ഒരു SPയുടെ സങ്കടമാണ്. പക്ഷേ ജസ്റ്റിസ് KT തോമസ് എന്ന ആ ഒരു ബഹുമാനം ഉണ്ടല്ലോ, അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിനന്ദനങ്ങൾ ഒന്നാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷെ ആ മാറ്റം പോലീസിൽ ശരിക്കും വന്നിട്ടുണ്ട് മൊത്തത്തില്. ഉണ്ട്. അപ്പൊ ഇപ്പൊ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാര് ഒരു 6000 പേര് ട്രെയിനീസ് ആണ്. 3300 വനിതാ പോലീസ് മുഴുവൻ എൻ്റെ ട്രെയിനീസ് ആണ്. പിന്നെ ഷോർട്ട് ടേം കോഴ്സസ് വെച്ചു. 5 കൊല്ലത്തിൽ ഒരു റിഫ്രഷർ കോഴ്സ്. അപ്പൊ ഇതിനെല്ലാം ഞാൻ പോയി ക്ലാസ് എടുക്കും.
അങ്ങനെ ഇന്ന് കേരളത്തിലുള്ള 58,000 പോലീസ് ഉദ്യോഗസ്ഥരിൽ 32,000 പേര് എന്റെ ഏതെങ്കിലും ക്ലാസ് ഇരുന്നിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ ഡിവിഎസ്മാർ എന്റെ ശിഷ്യന്മാരാണ്, മുഴുവൻ സർക്കിൾ ഇൻസ്പെക്ടേഴ്സിന്റെ ശിഷ്യന്മാരാണ്. ഞാൻ പഠിപ്പിച്ചു വിട്ട 24, 25, 26 തുടങ്ങിയ 4 ബാച്ചിൽ നിന്ന് വന്നവരാണ് ഇപ്പോഴത്തെ മുഴുവൻ DSP, മുഴുവൻ CI, മുഴുവൻ SI-മാരിൽ മേലറ്റം വരെയുള്ളത്. അപ്പോൾ റിഫ്രഷർ ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുത്തുള്ളവരാണ് ഈ 32,000-ഓളം പേര് ഈ എന്റെ ഒരു ലെക്ചറുകളും കേട്ടിട്ടുള്ളവരാണ്. അപ്പൊ അതിന് 95% പേരാണ് പോസിറ്റീവാണ്, ഈ റിസൾട്ട് പോസിറ്റീവാണ്. പക്ഷെ 5% ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് പോലീസ് ഇച്ചിരി റഫാണ്, ഇങ്ങനെ വലിയ സാമം ഒന്നും പറ്റിയല്ല, 3rd ഡിഗ്രി ഉപയോഗിക്കണം. അപ്പോ എൻ്റെ അടുത്ത് ഒരു DYSP ചോദിച്ചു, സാറേ 3-ാം മുറ അല്ലാതെ എന്താ മാർഗം? കാരണം 4 മുറയാണ് ചാണക്യൻ പറഞ്ഞിട്ടുള്ളത്: സാമം, ദാനം, ഭേദ്യം, ദണ്ണം. സാമം ചെയ്യാൻ പറ്റുമോ സാറേ? ഇവനോട് കുറ്റവാളിയോട് ഉപദേശിച്ച കാര്യമുണ്ടോ? ദാനം കൊടുക്കാൻ എന്റെ പൈസ ഇല്ല സാറേ, എന്റെ ശമ്പളത്തിൽ നിന്നാണ് ദാനം കൊടുക്കാൻ പറ്റുമോ? അപ്പൊ സാമവും ദാനവും പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന ആദ്യത്തെ മുറ 3-ാം മുറയാണ്. അതല്ലേ ഞങ്ങൾ പ്രയോഗിക്കുന്നത്. അല്ല 1-ാം മുറ പ്രയോഗിക്കുന്നത് എങ്ങനെ സാറിന് പറഞ്ഞുതരാൻ പറഞ്ഞു. അപ്പോഴാണ് എന്റെ തലച്ചോറ് ഉദിച്ചത്. കാരണം ചാണക്യൻ പറഞ്ഞ 3-ാം മുറയെ പോലീസിന് തുടങ്ങാൻ പറ്റുള്ളൂ, മറ്റേ 2 പോലീസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇങ്ങനെ കേസ് തെളിയിക്കുന്നതിന് ഗുണമുണ്ട്, അതിന് ദോഷമുണ്ട്. പക്ഷെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിൽ ഇച്ചിരി റഫായിട്ട് ഉണ്ടെങ്കിലേ രക്ഷയുള്ളൂ. നമ്മൾ ഈ എല്ലാം മുമ്പും നോക്കി നിന്നാൽ ഒരു രക്ഷയില്ല. മനസ്സിലാകാം. ഇപ്പൊ 2 പഠിപ്പിക്കണം പോലീസുകാര്, ഈ 2 പഠിപ്പിക്കണം. അല്ല, എനിക്ക് തോന്നുന്ന കുറെ പോലീസുകാരൊക്കെ ഫീൽഡിൽ ഇറങ്ങുകയും മറ്റേതവർ സ്വയം പഠിച്ചോടും റഫാകാനൊക്കെ. ഈ നമ്മുടെ പോലീസുകാരിലെ ഇത്രയും പ്രഗത്ഭരായ പോലീസ് സംവിധാനം ഉണ്ടായിട്ടും നമ്മൾ എന്താണ് ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു വലിയൊരു പിന്നെ കുറ്റാന്വേഷണ സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ അത് CBIക്ക് വിടണം എന്ന് പറയുകയും CBI വന്നാലേ ശരിയാവുന്നുള്ളൊരു വിശ്വാസം ആളുകൾ ഉണ്ടാകുകയും ചെയ്യുന്നത്. ഇവിടുത്തെ പോലീസിന്റെ ഇൻഎഫിഷ്യൻസിയാണോ രാഷ്ട്രീയ ഇടപെടലാണോ? അതല്ല, ഈ പോലീസിന്റെ അന്വേഷണത്തിൽ കുറച്ച് ഡിലേ വരുമ്പോൾ ഉടനെ ആശയം ഉണ്ടാവും. അപ്പൊ ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന കാലത്ത് ജയറാം പടിക്കൽ അന്വേഷിക്കണമെന്നായിരുന്നു അന്നത്തെ മുദ്രാവാക്യം. കാര്യം ജയറാം പടിക്കൽ വളരെ ഷൂഡായിട്ട് അന്വേഷിച്ച കേസല്ലേ. ഇപ്പൊ നക്സലിസത്തിന്റെ വേര് വിടുന്ന പിഴുത് അദ്ദേഹമാണ്. പക്ഷെ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്തെപ്പോഴേക്കും ഇതേ ജയറാം പടിക്കലിനെ രാജൻ കേസിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ ജനക്കൂട്ടം ചെരിപ്പെടുത്ത് എറിയാണ്. ഈ ജയറാം പടി അന്വേഷിക്കണമെന്ന് പ്രതിനായകനായി ജയറാം പടിക്കലിനെ ചെരിപ്പെടുത്ത് എറിയാണ്. എന്നിട്ട് ജയറാം പടിക്കലിനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. അതാണ് ജനം ഈ ഫിക്കിളാണെന്നുള്ളതാണ്. അപ്പൊ അത് കഴിഞ്ഞ് 1980s ആയപ്പോഴത്തേക്കും CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ് വരാൻ തുടങ്ങി. അപ്പൊ അത് ഒരു വശം നോക്കിയാല് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കും. കാരണം ഒരു അന്വേഷണം അവനിലേക്ക് കിട്ടുന്നു. അന്വേഷണം ഒരു പരിധിക്ക് എത്തുമ്പോൾ ഇവൻ അറസ്റ്റ് ചെയ്യേണ്ട ആള് ഭരണകക്ഷിക്ക് വേണ്ടി വേണ്ടപ്പെട്ടവനാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവനെ തൊട്ടാൽ അപകടമാണ്. അപ്പൊ ഈ എങ്ങനെയാണ് തലയിൽ നിന്ന് കളയണം? അപ്പൊ അവര് തന്നെ ഒരു പരിപാടി. സാന്ദർഭികമായിട്ട് കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഉണ്ടായ ഏറ്റവും ഒടുവിലത്തെ സംഭവം നവീൻ മരണക്കേസില് ആത്മഹത്യ ചെയ്ത കേസില് CBIക്ക് വിടാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറയും. ഞാൻ ചോദിക്കുന്നത്, ഇടതുപക്ഷം അന്വേഷിച്ചില്ല എന്നുള്ളതിന്റെ കാരണത്താൽ പുതിയ സർക്കാർ വരുമ്പോഴേ പോലീസ് എഫിഷ്യന്റ് ആണെങ്കിൽ ഈ സർക്കാരിനെ അന്വേഷിച്ച് തെളിയിച്ചാൽ പോരെ? എന്തിനാണ് ഈ പുതിയ സർക്കാർ സർക്കാർ CBIക്ക് വിടുന്നത് നവീൻ കേസ് അന്വേഷിക്കാനായിട്ട്? അല്ല, നവീൻ കേസ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റീഷ്യൻ പറഞ്ഞു ഇവിടെ ഇദ്ദേഹം അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞു. അതെ, ഒരു പൊളിറ്റീഷ്യൻ ഇവിടെ അഴിമതി കണ്ട മിണ്ടണ്ടേ? മിണ്ടണം. പക്ഷെ അത് വേദിയിൽ വന്നിരുന്ന ദിവ്യ അത് പറഞ്ഞു. ദിവ്യ പറഞ്ഞു. അത് അവൾക്കത് രഹസ്യമായിട്ട് അയാളോട് പറയാൻ ഇങ്ങനെ ആരോപണം ഉണ്ടേ, സൂക്ഷിക്കണേ എന്ന് പറയാമായിരുന്നു. ഇല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണം ശരിയോ തെറ്റോ എന്ന് അന്വേഷിച്ചിട്ടേ പറയാനുള്ളായിരുന്നു. അതൊരു ചെറിയൊരു പ്രിക്കോഷന്റെ പ്രശ്നമാണ്. പക്ഷെ ഒരു രാഷ്ട്രീയക്കാരെ ഒരു ഉദ്യോഗസ്ഥൻ അഴിമതിക്കാരാണെന്ന് പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥൻ ആത്മഹത്യ നിയമിച്ചു. ആത്മഹത്യയാണെന്നല്ല പറയുന്നത്. ഇതിന്റെ പിന്നിൽ വേറെ ആരോപണങ്ങൾ വന്നു. അവിടുത്തെ ഒരു പെട്രോൾ ബങ്ക് നൽകിയതിനകത്തുള്ള ഇടപാട്, അങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നിട്ട് ഇത് ആത്മഹത്യ കൊലപാതകമാണെന്നാണ് ഇപ്പൊ ആരോപണം. അതാണ് ആരോപണമുണ്ട്. അപ്പൊ അത് പോലീസ് അന്വേഷിക്കുന്നു. അപ്പൊ ആ പോലീസ് അന്വേഷിച്ച തെറ്റാണെങ്കിൽ പുതിയ ഗവൺമെന്റ് വന്നില്ലേ? അതെ, ഞാൻ ചോദിച്ചത്. പുതിയ ഗവൺമെന്റിനെ പോലും അതേ പോലീസിനെ കൊണ്ട് വേറെ ഉദ്യോഗസ്ഥനെ മാറ്റിയാൽ മതി. അപ്പൊ നേരത്തെ പറഞ്ഞ സംഗതി തന്നെയാണ് എനിക്ക് തോന്നുന്നു. കാരണം CBI ലോക്കൽ പോലീസ് അന്വേഷിച്ച് ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ ചിലപ്പോൾ തെളിവില്ലായിരിക്കും, തെളിയിക്കാൻ പറ്റില്ലായിരിക്കും, അല്ലെങ്കിൽ പ്രതിയെ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ CBI അന്വേഷിച്ചു കഴിഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ തന്നെ പലപ്പോഴും CBI ഇടപെടുത്തിക്കാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ഈ പെട്രോൾ പമ്പ് കൊടുക്കുന്ന ആളിന്റെ കേസിനകത്ത് ഷെയ്ഡി ക്യാരക്ടറാണ്.
ഒരു സ്ത്രീ മൊഴി കൊടുത്തിരിക്കുന്നു, റെയിൽവേ സ്റ്റേഷനിൽ കയറാൻ പോയ ആള് സർക്കാർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പം രണ്ടുപേരും കൂടി പിടിച്ചോണ്ട് പോയത്. അതെ, അത് ശരിയാണെങ്കിൽ അത് കൊലപാതകത്തിലേക്ക് നീങ്ങും. അതെ, അതാണ് ഇത് സംശയിക്കണം. കൊലപാതകം. അത് സത്യം അറിഞ്ഞോടാ. ഇതൊക്കെ കേരള പോലീസിന് കണ്ടുപിടിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇതെല്ലാം കേരള പോലീസ് കണ്ടുപിടിക്കാം. അതിന് CBI കൊടുക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് ഈ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളിന്റെ എതിർപ്പോ സ്വല്ലോ എനിക്ക് വേണ്ട, അപ്പൊ അതിനങ്ങോട്ട് തട്ടുക. പിന്നെ ചില സമയത്ത് മേലുദ്യോഗസ്ഥന് ഉത്തരം അനുസരിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാന് തലശ്ശേരി ASP ആണ്. അപ്പൊ എനിക്ക് ഒരു മേലുദ്യോഗസ്ഥൻ വിളിച്ചു പറഞ്ഞു 11 മൂന്നെണ്ണത്തിന് അറസ്റ്റ് ചെയ്യാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തോ സാറേ, എന്ത് വകുപ്പാ, എന്തോ കുറ്റം? നീ അവനെ അറസ്റ്റ് ചെയ്തിച്ച ഇന്ത്യൻ പീനൽ കോഡിൽ 511 വകുപ്പുണ്ട്, അതിൽ 2 വകുപ്പ് എന്നെ കൊണ്ട് കിട്ടോ? എനിക്കിത് എന്റെ മനസ്സിന് സഹിക്കാൻ പറ്റുന്നില്ല. അതായത് ഒരാളെ കുറ്റം ചെയ്താൽ ആ കുറ്റം അന്വേഷിച്ച ഒരാളെ അറസ്റ്റ് ചെയ്യാം. അല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ട് അവനെതിരെ ഇടേണ്ട വകുപ്പ് ഇന്ത്യൻ പീനൽ കോഡിൽ കണ്ടുപിടിച്ചിടാൻ പറഞ്ഞാൽ മനസ്സാക്ഷിക്ക് പറ്റുമോ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വയർലെസ്സിനകത്ത് ഒരു മെസ്സേജ് അയച്ചു. സാർ, ആസ് പെർ യുവർ ഓർഡേഴ്സ് ഐ എം പ്രൊസീഡിംഗ് ടു അറസ്റ്റ് സോ ആൻഡ് സോ ആസ് പെർ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറഞ്ഞു. മെസ്സേജ് അയച്ചപ്പോൾ 5 മിനിറ്റ് വിളിച്ചത് അറസ്റ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. കാര്യം ഐ മേഡ് എ റെക്കോർഡ്. താങ്കൾ ഉത്തരവുപ്രകാരം ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. ധാരായി ഈ ഉത്തരവിട്ട് അത് പറയത്തില്ല. ജീവിച്ചു. ഈ രാഷ്ട്രീയ നേതാക്കൾ ഇങ്ങനെ നേരിട്ട് വിളിച്ചു പറഞ്ഞ് പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ പ്രതികളെ പറയാറുണ്ട്. പലരും പറയും. അപ്പൊ മനസാക്ഷി അനുസരിച്ച് അത് ചെയ്യാൻ പറ്റത്താണെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും. ഇപ്പൊ എനിക്ക് ട്രാൻസ്ഫർ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ട്രാൻസ്ഫർ ഉണ്ടോ? അങ്ങനെ ഒരുപാട് ട്രാൻസ്ഫർ ഉണ്ടാവും. അതുപോലെ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? അറസ്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കള്ളമൊഴി കൊടുക്കാതിരുന്നാൽ ട്രാൻസ്ഫർ ഉണ്ടാവും. അപ്പൊ K. സുധാകരൻ അദ്ദേഹത്തെ ആക്രമിക്കാൻ ചെന്ന് അദ്ദേഹം വണ്ടിയും കൊണ്ട് ഓടി ഇന്ദിരാ ഹോസ്പിറ്റലിൽ കയറി. അപ്പൊ ഞാൻ തളിപ്പറമ്പിലുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് വണ്ടിയെടുത്ത് പെയിനു പോയി. SP വന്നു അവിടെ. കാരണം ഞാൻ കുട്ടത്തൻ നടക്കുന്നു. അപ്പൊ ഇദ്ദേഹം ഹോസ്പിറ്റലിനകത്തായതുകൊണ്ട് ഹോസ്പിറ്റൽ ആക്രമിച്ച് ചെയ്യാൻ ഇദ്ദേഹത്തെ പിടിക്കാൻ പറ്റുള്ളൂ. പിടിച്ചാൽ അദ്ദേഹത്തെ അപ്പൊ കൊന്നിരിക്കുക, അത് സംശയമില്ല കാര്യം. അപ്പൊ ഞങ്ങൾ ഇന്ന് സുധാകരനെ രക്ഷിച്ച് SP കാറിൽ കയറ്റി സുരക്ഷിതമായിട്ട് അദ്ദേഹത്തെ വീട്ടിലെത്തിച്ച് വീടിന് കാവലിട്ടു. അപ്പോൾ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഗവൺമെന്റ് കയ്യിൽ നിന്ന് തോക്കൊക്കെ വാങ്ങിച്ചോടെ വെച്ചു. പിറ്റേ ദിവസം ആരോപണം ഉണ്ടായി, ഗൺമാൻ തോക്ക് വെച്ച് 2 വെടി വെച്ചു. അപ്പൊ ഗൺമാന് എസഡ് കാറ്റഗറി ഒന്നും ഇല്ലല്ലോ, വെടിവെക്കാണെന്ന് അവകാശമില്ല, സ്വയരക്ഷാർത്ഥം വെടിവെക്കാം, ആകാശത്തിന്റെ വെടിവെക്കാം. അപ്പൊ ഞാൻ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ തോക്കെടുത്ത് പരിശോധിച്ചു. 6 ഉണ്ട് അതിനകത്തുണ്ട്. വെടിവെച്ച കുഴലിനകത്ത് കരിയും പുകയും വരും. പിറ്റേ ദിവസം രാവിലെ മുഖ്യമന്ത്രി നായനാർ ഗൺമാൻ 2 വെടിവെച്ചു എന്ന് പ്രസംഗിച്ചു അസംബ്ലിയിൽ. എനിക്ക് അറിഞ്ഞോളൂ, അസംബ്ലി അന്ന് ഈ ടെലിവിഷൻ ഒന്നും ഇല്ല, 88 ഇവിടെ. അപ്പൊ വയനാടിങ്ങനെ പ്രസംഗിച്ചോ എനിക്ക് അറിഞ്ഞോളാ. അപ്പൊ പത്രക്കാരനെ വിളിച്ചു, മാതൃഭൂമി എന്നെ വിളിച്ചു, വെടിവെച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ വൈകിട്ട് പയ്യനെ പോയ തോക്ക് പരിശോധിച്ചാൽ ഉണ്ട് എന്ന് പോയിട്ടില്ല. എന്നാൽ എന്നോട് ചോദിച്ചാൽ രഹസ്യം വെക്കണ്ടേ? പിറ്റേ ദിവസം മാതൃഭൂമിയുടെ ഫ്രണ്ട് ഹെഡിങ്, വെടിവെച്ചു മുഖ്യമന്ത്രി, വെടിവെച്ചില്ല DIG. മനസ്സിലാകുന്നുണ്ടോ? പത്രം കണ്ടുടനെ ഞാൻ വിചാരിച്ച ട്രാൻസ്ഫർ ഉറപ്പാണ്. 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ ട്രാൻസ്ഫർ ചെയ്തു. 48 മണിക്കൂർ. ഞാൻ സത്യം പറഞ്ഞ, ഞാൻ കണ്ട സത്യമാണ്. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ നമ്മളിങ്ങനെ സത്യം പറഞ്ഞ് DIG പോസ്റ്റ് ചെയ്ത് എനിക്കൊരു സാക്ഷൻ, എനിക്ക് ട്രാൻസ്ഫർ കിട്ടി. എന്റെ ഭാര്യ മക്കളെ കൊണ്ടുപോക്കിയല്ല. മനസ്സിലാകുന്നുണ്ട്? മനസ്സിലായി. ഇതാണ് ഒരു പ്രശ്നം. മനസ്സിലാകുന്നു? ഇങ്ങനെ നിരവധി ട്രാൻസ്ഫറുകൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. 32 ട്രാൻസ്ഫർ കിട്ടി. ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ട് മറ്റേക്ക് നമ്മുടെ നന്ദിയൊന്നുമില്ല. K. സുധാകരൻ MLA ആയി, മന്ത്രിയായി, എന്നെ വിളിച്ചിട്ട് ഒരു വാക്ക് എതിർത്ത് സംസാരിച്ചിട്ടില്ല. മനസ്സിലാകുന്നു? അത് വേറെ മറുസൈഡാണ്. നമ്മളോട് രാഷ്ട്രീയക്കാരനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോയാൽ നമ്മളോട് നന്ദിയൊന്നുമില്ല. ഒരു പാർട്ടിക്ക് നന്ദിയില്ല. എന്നാൽ നമ്മൾ സത്യം പറഞ്ഞതിന് ഭരണത്തിരിക്കുന്ന പാർട്ടിക്ക് ദേഷ്യം വരും. അപ്പൊ ഞാൻ എന്റെ 33 കൊല്ലം സർവീസിൽ ഒറ്റ തെറ്റ് ചെയ്യാൻ പറയാത്ത ഒരു മുഖ്യമന്ത്രി AK ആന്റണിയാണ്. ഒരു തെറ്റ് ചെയ്യാൻ പറ്റില്ല. പാർട്ടിക്കാർ വിളിച്ച് തെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ മുഖ്യമന്ത്രി വിളിച്ചാൽ സാറേ ഇങ്ങനെ പാർട്ടിക്കാർ പറയുന്നു, നിയമവിരുദ്ധമാണ് സാറേ, എന്നെ കൊണ്ടുപോയില്ല, അലക്സെ ചെയ്യേണ്ടതാണ്. അതായത് നമ്മൾ ഈ പുരാണത്തിൽ ഹരിചന്ദ്രൻ എന്ന് പറയുമല്ലോ, ആ കേരള ചരിത്രത്തിൽ നമ്മൾ കണ്ട ഒരു ഹരിചന്ദ്രനാണ്. ആധുനിക രാഷ്ട്രീയത്തിൽ ഒരു അഴിമതി കാണിക്കാതെ ഒരാൾക്ക് ഭരണത്തിലിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പക്ഷേ നമ്മുടെ നാടിന് ഹരിചന്ദ്രന്മാരെ വേണ്ട, നമുക്ക് വേണ്ട. അതുകൊണ്ട് എന്ത് പറ്റി? 4 കൊല്ലം കേരളം കണ്ട ഒരു അഴിമതിയില്ലാത്ത ഭരണത്തിൽ AK ആന്റണി 2004 ഇലക്ഷന് വട്ടപൂജ്യം 20 പാർലമെന്റ് സീറ്റിൽ. അത് പക്ഷെ അദ്ദേഹത്തിന് കുഴപ്പമില്ല, ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. അല്ലല്ല 2004 അല്ല അതിന് വേറെ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. കരുണാകരന്റെ അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റ സീറ്റില്ല.
മുസ്ലിം ലീഗിന് ഒരു സീറ്റ്, ബാക്കി 19 സീറ്റ് LDF. ശരി, അവർക്കുണ്ട്. അപ്പൊ സത്യസന്ധമായി ഭരണം നടത്തിയ ഒരു മുഖ്യമന്ത്രിയെ വട്ടപൂജയാക്കിയപ്പോ എന്ത് പറ്റി? അദ്ദേഹത്തെ രാജിവെക്കാൻ പറഞ്ഞു. 2000 അദ്ദേഹം രാജിവെച്ച് ഉമ്മൻചാണ്ടി വന്നു. മനസ്സിലാകുന്നു. അപ്പൊ ജനങ്ങൾക്ക് ഇങ്ങനെ സത്യസന്ധനായ ഒരു ഭരണാധികാരി വേണ്ട. അവൻ ആവശ്യമുള്ള തെറ്റുകളൊക്കെ ചെയ്യുന്ന ആളിനെ വേണം. മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അദ്ദേഹം അങ്ങനെ നിഷ്പക്ഷമായി ഭരിച്ചത് കാരണം കേരള പോലീസ് ഇന്ത്യയിലെ നമ്പർ 1 ആയി മാറി. മറ്റേത് കേരള പോലീസ് 4-5 സ്ഥാനങ്ങളിലായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി 2001-ലാണോ 2-ലാണോ അദ്ദേഹം മുഖ്യമന്ത്രിയും KJ ജോസഫ് സാർ DGP ആയിരുന്ന സമയത്ത് 6ാം റാങ്കിൽ നിന്ന് കേരള പോലീസ് നമ്പർ 1 എത്തി, ഇന്ത്യയിലെ നമ്പർ 1. പിന്നെ ഒരിക്കലും വന്നിട്ടില്ല. കണ്ടിന്യൂസ് നമ്മൾ പിടിച്ചിരിക്കാം. IB റാങ്കിൽ നമ്പർ 1, നമ്മള് പത്രങ്ങളുടെ 26 പത്രങ്ങളുടെ റാങ്കിൽ നമ്പർ 1, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി CII അതിന്റെ റാങ്കിൽ നമ്പർ 1. അങ്ങനെ ഏക്കാരനെയാണ് കാലത്ത് അലക്സാണ്ടർ ജേക്കബിന് നല്ല കാലമായിരുന്നു. അപ്പൊ ഈ കേരള പോലീസിനെ നമ്പർ 1 ആക്കിയ ഏക്കാരണി നമ്പർ 1 ആക്കിയത് ഈ ഏക്കാരണി നിഷ്പക്ഷമായിട്ട് ഭരിച്ചുകൊണ്ടാണ്. പക്ഷെ കേരള ചരിത്രം എഴുതുന്ന ഒരാളെ ഏക്കാരണിക്ക് ക്രെഡിറ്റ് കൊടുക്കുമോ? കൊടുക്കത്തില്ല. പോലീസ് ചരിത്രം എഴുതിയിട്ടുണ്ട്, ഏക്കാരണിക്ക് ക്രെഡിറ്റ് കൊടുക്കുമോ? ഇല്ല. നമ്മളുടെ രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കും ഭരണാധികാരികൾക്കും വേണ്ട വേറെ ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. അതില്ലാത്തതിന്റെ ഒരു പ്രശ്നമായിരിക്കും. അല്ല, ജനങ്ങളുടെ ചില പ്രശ്നങ്ങൾ ഇടപെടുകയും അവരെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യണം. രാഷ്ട്രീയക്കാരെയൊക്കെ നിഷ്പക്ഷമായിട്ട് 100% നിഷ്പക്ഷമായിട്ടൊന്നും രാഷ്ട്രീയക്കാർക്കും പ്രവർത്തിക്കാൻ പറ്റില്ല. തങ്ങൾ ഈ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് വന്ന സോളാർ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തെളിവ്, അതായത് സോളാർ കേസ് കെട്ടിച്ചമച്ചതാണ് എന്നുള്ള ഏറ്റവും നിർണായകമായ തെളിവ് കൊടുത്ത വ്യക്തി താങ്കളാണെന്ന് എനിക്കറിയാം. കാരണം അത് ആദ്യം വ്യക്തിപരമായിട്ട് എന്നോട് സംസാരിച്ചത് ഞാൻ ഇങ്ങനെ ഞാൻ ഇതുവരെ അത് പുറത്ത് വിട്ടിട്ടില്ല എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞ പിന്നീട് താങ്കൾ അത് കമ്മീഷന് മുന്നിലും കൊടുത്തു. അത് ആ നിർണായകമായ തെളിവ് എന്തായിരുന്നു? അതായത് സോളാർ സരിത ഒരു കത്തെഴുതി. ആ കത്തില് ആദ്യം അത് 26 പേജുള്ള 22 പേജുള്ള കത്തായിരുന്നു. 21 പേജുള്ള കത്ത്. ആ കത്ത് പത്തനംതിട്ടയിലെ എഴുതിയത്. അപ്പൊ ഈ ലെറ്റർ റിലീസ് ചെയ്യുമ്പോൾ ജയിൽ വകുപ്പിലെ നിയമപ്രകാരം 2 രീതിയിൽ റിലീസ് ചെയ്യാം. ഒന്ന് റെക്കോർഡഡ് ആയിട്ട് കൊടുക്കാം, അത് ഒഫീഷ്യൽ റെക്കോർഡാണ്, കോടതിയിലേക്ക് കൊടുക്കാം. 2 റെക്കോർഡ് ഇല്ലാതെ കൊടുക്കാം. അപ്പൊ ഈ ലെറ്റർ റെക്കോർഡ് ആക്കി കൊടുക്കണോ വേണ്ടതെന്ന് അറിയാൻ വേണ്ടി ജയിലിലെ സൂപ്രണ്ട് മറ്റൊരു വായിച്ചു. ഞാൻ ജയിൽ DGP ഒക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ എക്സ്പ്ലോസീവ് മെറ്റീരിയലാണ്. അപ്പൊ ജയിലിൽ തന്നെ വിളിച്ചു പറഞ്ഞു, സാറേ ഇത് ഭയങ്കര കുഴപ്പമുള്ള ലെറ്ററാണ്, അതിനകത്ത് ഇന്ന ആളുകളുടെ പേരൊക്കെ ഉണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ പബ്ലിക് ആകരുത്. ആ വക്കീൽ വരുമ്പോ ആ വക്കീലിനോട് ചോദിക്കണം റെക്കോർഡ് ചെയ്തോണോ റെക്കോർഡ് ചെയ്യാതെ വേണോ. അപ്പം റെക്കോർഡ് ചെയ്യാതെ കൊടുക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് ഈ കേസ് കോടതിയിൽ വാദിക്കുമ്പോൾ എങ്ങനെയൊക്കെ വാദിക്കണം, എന്തൊക്കെയാണ് നമ്മുടെ തെളിവെന്ന ഈ പ്രതി രഹസ്യമായി വക്കീലിനെ അറിയിക്കുന്ന ലെറ്ററിന് റെക്കോർഡ് ചെയ്യാൻ പാടില്ല. കാര്യം അവന്റെ ഡിഫൻസ് ആണ് നമ്മൾ തകർക്കുന്നത്. അതൊരു പരാതിയല്ല, ഇൻഫർമേഷൻ പാസ് ചെയ്യാം. വക്കീൽ വന്നു, വക്കീലിനോട് ചോദിച്ചു റെക്കോർഡ് ചെയ്തോണോ റെക്കോർഡ് ചെയ്യാതെ വേണം. വക്കീലിന് ആലോചിച്ചിട്ട് പറഞ്ഞു റെക്കോർഡ് ചെയ്യാതെന്നാ വരുന്നത്. അപ്പൊ സൂപ്രണ്ട് രക്ഷപ്പെട്ടു. പോലീസിന് രക്ഷപ്പെട്ടു. റെക്കോർഡ് ചെയ്യാതെ കൊടുത്തു. ഇയാള് പുറത്തിറങ്ങി വായിച്ചിട്ട് 10 അരമണിക്കൂർ തിരിച്ചു വന്നു, സാറേ ഇത് റെക്കോർഡ് ചെയ്ത് വേണം. അപ്പൊ സൂപ്രണ്ട് നീ റെക്കോർഡ് ചെയ്യാൻ വാങ്ങിച്ചോണ്ട് പോയ സാധനം നീ പുറത്തു കൊണ്ട് വേറെ എഴുതി ചേർത്താൽ ഞങ്ങൾ അങ്ങനെ അറിയാൻ പറ്റും. അപ്പൊ ഇവൻ ഇത് എക്സ്പ്ലോസീവ് മെറ്റീരിയൽ റെക്കോർഡ് ചെയ്ത് കൈ കിട്ടിയ അവൻ ഇച്ചിരി പ്രയോഗിക്കാം. അപ്പൊ ഫെനി എന്ന് പറഞ്ഞ വക്കീലാണ്. അപ്പം ഞങ്ങൾ റെക്കോർഡ് ചെയ്തില്ല. പക്ഷെ സോളാർ സരിത കോടതി ചെന്നിട്ട് വക്കീൽ ജഡ്ജിയോട് പറഞ്ഞു, സാറേ ഇങ്ങനെയൊക്കെ സംഭവങ്ങളോട്ട് മറ്റാണോ വച്ചാന്നൊക്കെ പറഞ്ഞു. ജഡ്ജി കൊടുത്ത കാര്യം ചെയ്യും. അതൊക്കെ പിന്നീട് അല്ലല്ല, ഇത് പിറ്റേ ആഴ്ച. അപ്പൊ ജഡ്ജി പറഞ്ഞൊരു കാര്യം ചെയ്യും, റെക്കോർഡ് ചെയ്തതന്നെ പറ്റുള്ളൂ, അത് നീ വാക്കാൽ പറഞ്ഞാൽ ഞാൻ എഴുതിയെടുക്കാൻ പറ്റത്തില്ല, അത് കോടതി മുറിക്കാത്ത ഞാൻ എഴുതിയെടുക്കുന്ന പരിപാടി ഉള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ തിരിച്ചയച്ചു. അപ്പോൾ ഇവള് പത്രക്കാരോട് ഇങ്ങനെ ചില മണ്ടത്തരം പറഞ്ഞു. ജഡ്ജി പറഞ്ഞിട്ട് എനിക്ക് റെക്കോർഡ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു. ജഡ്ജി ഒരു ഉത്തരവിട്ടു, സരിതയുടെ മൊഴി ജയിലിൽ നിന്ന് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കാൻ. അപ്പൊ സരിത തിരുവനന്തപുരത്ത് വനിതാ ജയിലിൽ. അപ്പോഴും ഞാൻ സൂപ്രണ്ട് പറഞ്ഞു, അവിടെ ഒരു മുറി കയറ്റണം, പേപ്പർ കൊടുക്കണം, 21 പേപ്പർ കൊടുക്കണം, അവളെ കൊണ്ട് എഴുതിക്കണം. അവളെ എഴുതിക്കുന്നതിന് തലേദിവസമായപ്പോൾ ഇപ്പൊ സോളാർ സരിതയെ കാണാൻ 10-20 ഒരു ആപ്ലിക്കേഷൻ വന്നിരിക്കുകയാണ്. പത്രക്കാരുടെ ആപ്ലിക്കേഷൻ ഇവിടെ വായിച്ച് എന്തെങ്കിലും വന്നാൽ പത്രത്തിൽ വാർത്തയാണല്ലോ, മാസിക കൊടുത്തു. ഞാൻ ഇവിടെ ആരെയും കാണിക്കരുത്, കുട്ടി അമ്മ സമ്മതിക്കുന്ന ഒരാൾ ബന്ധുവായിരിക്കണം, അല്ലാത്ത ആളെ കേട്ടത് അങ്ങനെ വേറെ ആരെയും കേട്ടിട്ടില്ല. അപ്പൊ ഈ ഇവളെ കൊണ്ട് മൊഴി എഴുതിക്കുന്ന തലേദിവസം ഒരാൾ വന്ന് കാണാനായിട്ട് സൂപ്രണ്ടൊന്നും കാണിക്കത്തില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ അവളുടെ ബന്ധുവാന്ന് പറഞ്ഞു.
അവൻ സോളാർ സെന്ററിൽ വിളിച്ചു, ഒരാൾ വന്നിട്ടുണ്ട്, ഇന്ന പേര് ബന്ധുവാണോ എന്ന് ചോദിച്ചു. ആ ബന്ധുവാണ് കയറ്റിക്കൊള്ളാൻ പറഞ്ഞു. അവനകത്ത് കയറി സംസാരിച്ച് തിരിച്ചുപോയി. പിന്നെ മനസ്സിലാക്കുന്നത് ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ആ ആളെന്നുള്ളത് പിന്നെ മനസ്സിലായി. ഇവള് പിറ്റേ ദിവസം വന്നു, 21 പേപ്പർ കൊടുത്തു. പഴയത് 21 ആയതുകൊണ്ട് 21 എഴുതട്ടെന്ന് 5 പേജ് എഴുതിയുള്ളൂ. അപ്പൊ ഇവൾ ഒറിജിനൽ ലെറ്ററിൽ 13 രാഷ്ട്രീയക്കാരുടെ പേര് പറയുന്നുണ്ട്, ഒരു ഐപ്പസി ദാസിന്റെ പേര് പറയുന്നുണ്ട്. ഈ എഴുത്തിൽ ഇതൊന്നുമില്ല. ഞങ്ങൾ സീൽ ചെയ്തിട്ട് പോലീസിൽ അന്ന് ഒറിജിനൽ പത്തനംതിട്ട എഴുതിയ ലെറ്ററിനകത്തും ഉമ്മൻചാണ്ടിയുടെ പേര് ഇല്ലായിരുന്നു ഇല്ല. ഉമ്മൻചാണ്ടി പേരില്ല, 3 പേരുടെ പേരില്ല. അതിനുശേഷം പിന്നീട് ഒരു 5 എഴുതിയപ്പോഴും അതില്ല, എഴുതിയപ്പോൾ ആരുടെ പേരില്ല. പക്ഷെ ഇതിനിടയ്ക്കുള്ള ഒരു കത്തിലാണ് അത് കഴിഞ്ഞ് ഇവള് ജാമ്യത്തിലിറങ്ങി. അതിനുശേഷം ജാമ്യത്തിലിറങ്ങിയിട്ട് അന്ന് ഞാൻ എഴുതി എഴുത്താന്ന് പറഞ്ഞ എഴുത്ത് പത്രക്കാരുടെ മുമ്പിൽ കൊടുത്തു. അതിനകത്ത് ഉമ്മൻചാണ്ടി 3 പേരുടെ പേര് എഴുതി ചേർത്തു, ഉമ്മൻചാണ്ടി ഉൾപ്പെടെ. അപ്പം ഒറിജിനൽ ലെറ്റർ 21 പേജാണ്, ഈ പേപ്പർ അത് 42 പേജാണ്. രണ്ടാം എഴുതി 26 പേജാണ്. 26 പേജിനകത്താണ് ഞാൻ 3 പേര് അഡീഷണൽ അടിച്ചാറുണ്ട്. ഭയങ്കര ബോളം വന്നിട്ട് കമ്മീഷൻ വെച്ചു. ഉമ്മൻചാണ്ടിനെ പോയിട്ട് കമ്മീഷനാണ്. ആ സമയത്താണ് ആ കമ്മീഷന് പിന്നെ താങ്കളുടെ മൊഴി ഇഷ്ടപ്പെട്ടില്ല. അന്ന് ഞാൻ ജോൺ മുണ്ടക്കയത്ത് വരുന്നത് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഒറിജിനൽ ലെറ്റർ ഇല്ലാത്ത ഉമ്മൻചാണ്ടിയുടെ പേരും വേറെ 2 പേര് എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പൊ എന്നെ കമ്മീഷൻ വിളിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം മുണ്ടക്കയത്ത് ആരും പറയുന്നു, മുണ്ടക്കായ ആരോടും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് മന്ത്രിസഭ മാറിക്കഴിഞ്ഞപ്പോ കമ്മീഷൻ എന്നെ മൊഴി കൊടുക്കാൻ വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. അപ്പൊ കമ്മീഷണർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അത് കഴിഞ്ഞ് വക്കീലിനെ ക്രോസ് ചെയ്യുക, ഈ ലെറ്റർ കണ്ടിട്ടുണ്ടോ? ഞാൻ മുന്നിൽ കണ്ടിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടോ അതിനകത്ത്? അപ്പൊ ഞാൻ ജഡ്ജിയോട് പറഞ്ഞു, സാറേ ഞാൻ ഇതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഉണ്ടാവുമെന്ന് ഈ വാർത്ത വായിക്കുന്ന പത്രം വായിക്കുന്നവർക്ക് സംശയം വരും. ഉണ്ടായതുകൊണ്ടാണ് ഇയാൾ മിണ്ടാത്തത്. അതുകൊണ്ട് ഞാൻ ഇതിന് ഉത്തരം പറഞ്ഞില്ല, ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ നീതിയല്ല. ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയാം, പക്ഷെ ബാക്കി 13 ആരൊക്കെയാണ് ചോദ്യത്തിലാണ് വാക്ക് തന്നാലും ഞാൻ ഉത്തരം പറയത്തുള്ളൂ. കാര്യം ഞാൻ ഐപിഎസ് ഉദ്യോഗസ്ഥന്റെ പേര് ഇപ്പോൾ പറയേണ്ടി വരും. ജഡ്ജി കമ്മീഷൻ പറഞ്ഞു വേണ്ട, ഇത് മാത്രം പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ പേരില്ല. കമ്മീഷൻ റൂമിൽ ഒരു 100 പേര് ഇരിപ്പണം, ഒരു ഹഷ്ഡ് സൈലൻസ്. ഞാൻ ഇപ്പൊ പറയും ബോംബ് പൊട്ടോ എന്ന് പറഞ്ഞിരുന്ന സമയത്ത് ഞാൻ ഉമ്മൻചാണ്ടിയുടെ പേരില്ല എന്ന് പറഞ്ഞു. ആ 120 പേരിരിക്കുന്ന കോടതി മുറി ഉണ്ടല്ലോ, പെട്ടെന്ന് നിശബ്ദമായി കഴിഞ്ഞ് ഫർദർ അയാൾ ചോദ്യം ചോദിച്ചൊക്കെ ഉത്തരം പറഞ്ഞു. പക്ഷെ ഇതില്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി. പിന്നെ എന്റെ അടുത്ത് മാസ്റ്റർ പാർട്ടി നേതാക്കന്മാരാരും മിണ്ടുകയല്ല. കാരണം ഇയാൾക്ക് വല്ല ആവശ്യമുണ്ട്, റിട്ടയർ വീട്ടിൽ പോയ മനുഷ്യൻ ഈ മൊഴി കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ട്. മൊഴി കൊടുക്കാതിരുന്നാ പോലെ. മൊഴി കൊടുക്കാതിരുന്നെങ്കിൽ ഈ സംശയം ഇങ്ങനെ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ട്. അപ്പം അത് സത്യം മുറുകെ പിടിക്കാൻ പോയതാണ്. പലരുടെ ശത്രുക്കളായി. ഞാൻ റിട്ടയറിന് ശേഷം ഒരു സാധനം വാങ്ങിക്കാൻ ആർക്കും പോയിട്ടില്ല. ഞാൻ ജയിൽ റിഫോംസ് കമ്മീഷൻ വെച്ചു, 1 രൂപയും വാങ്ങിച്ചില്ല, ഒരു ഫോണും വാങ്ങിച്ചില്ല, ഒരു കാറും വാങ്ങിച്ചില്ല, പേപ്പർ പോലും വാങ്ങിച്ചില്ല. ഞാൻ 90 ദിവസം റിപ്പോർട്ട് കൊടുത്തു. ഓൾഡ് ജോൺ കമ്മീഷനായിട്ട് തന്നെ വെച്ചു, രാമചന്ദ്രൻ ജഡ്ജിയുടെ പോലെ. ഞാൻ ഒരു പൈസ വാങ്ങിച്ചില്ല.